കലാലയങ്ങളിൽ അകത്ത് എന്നുള്ളതല്ല, പുറത്തും ഒരു നിലയ്ക്കുള്ള സംഘർഷം ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ പുറത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി നിങ്ങൾ പറഞ്ഞതിനകത്ത് ശരികേടുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ആകമാനം സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സാഹചര്യം അല്ല നിലവിലുള്ളത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമണ പരമ്പര ഉണ്ടായിട്ടുണ്ട്. അത് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ്, തമ്മിൽ തല്ലല്ല ഉണ്ടായിട്ടുള്ളത്. ഏകപക്ഷീയമായി SFIയുടെ പ്രവർത്തകരെ ആ ക്യാമ്പസിൽ പങ്കെടുക്കാൻ വന്ന SFIക്ക് കോളേജ് യൂണിയനുകളുള്ള ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി KSUവിൻ്റെ ക്രിമിനലുകൾ ചേർന്ന് അടിച്ച് തല പൊളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്, തമ്മിൽ തല്ലല്ല. അപ്പോൾ ഏകപക്ഷീയമായി SFIക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു തമ്മിൽ തല്ലോ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷമോ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നിലവിലില്ല. ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ്. അതിനെതിരായിട്ടുള്ള നല്ല പ്രതിഷേധം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സഖാവ് ജി സുധാകരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ല്, നല്ല വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഏർപ്പാടല്ല. ആ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന KSU അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. നേരത്തെ സഖാവ് സുധാകരനൊക്കെ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ KSU നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടതായി വന്നത്. വിദ്യാർത്ഥികൾ അവരെ ഒറ്റപ്പെടുത്താൻ കാരണം അവർ സ്വീകരിച്ച ഈ അക്രമ നിലപാടാണ്. അത് തിരുത്തണം എന്നുള്ളതാണ്. സുധാകരൻ പറഞ്ഞത് താനും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, പോലീസിനെ കല്ലെറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ വലിയ വലിയ സമരങ്ങളിലാണ്. അതല്ലാതെ വിദ്യാർത്ഥികളെ തമ്മിൽ തല്ലുന്നത് SFI ആണെങ്കിലും ശരിയല്ലാത്ത രീതിക്ക് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ടുള്ള അറിവ് എനിക്കില്ല. SFI തമ്മിൽ തല്ലാൻ നിന്നിട്ടില്ല. നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഒരു തമ്മിൽ തല്ലും നടക്കുന്നില്ല. നടക്കുന്നത് ഏകപക്ഷീയമായ ആക്രമണമാണ്. ഏകപക്ഷീയമായി, അതും ക്യാമ്പസുകളിൽ എന്നുള്ളതല്ല, കലോത്സവ വേദികളിൽ. കലോത്സവങ്ങൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ്. ആ വേദിയെ അങ്ങനെ അല്ലാതാക്കി മാറ്റുകയാണ് KSU. ഏകപക്ഷീയമായി KSUവിൻ്റെ ആക്രമണമാണ് നടക്കുന്നത്. അദ്ദേഹം SFIയോടല്ല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് KSUവിനോടാണ്. അദ്ദേഹം ഉൾപ്പെടെ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളാകെ, SFIയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാകെ സർഗാത്മകമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇന്ന് KSU നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങളുടെ, വിദ്യാർത്ഥികളുടെ തലയടിച്ച് പൊളിക്കുന്ന നിലയിലല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. KSUവിന്റെ പേര് എവിടെയും പറഞ്ഞില്ല. അതേസമയത്ത് SFIയുടെ അനുഭവവും പരിചയമൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ രീതി അത് SFI തന്നെയല്ലേ മെൻഷൻ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് SFIയുടെ മുൻ ഭാരവാഹിയായിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന അനുഭവം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ SFI കാലഘട്ടത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഇന്ന് നിങ്ങൾ സൂചിപ്പിച്ച KSUവിനെ മെൻഷൻ ചെയ്തില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന KSU അല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? ഈ കലോത്സവത്തിലെ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ മുൻപിലുണ്ടല്ലോ. കേരളവർമ്മ കോളേജിലെ കുട്ടികളെ എങ്ങനെയാണ് KSUവിൻ്റെ ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ കൈകാര്യം ചെയ്തത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ മുൻപിലുണ്ടായി. ഇനി അത് അങ്ങനെയല്ലാതെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ അറിവിലൂടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളാണ്. വല്ലാതെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ടാണല്ലോ ചോദ്യം വന്നത്. ഇന്ന് റിപ്പോർട്ടറിൽ രാവിലെ കണ്ടൊരു വാർത്തയിൽ അത് ഈ പറഞ്ഞ അവിടെ KSU ക്രിമിനലുകളെ, ഗുണ്ടകളെ ആംബുലൻസിൽ കയറ്റി വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത വാർത്ത വിവരിക്കപ്പെടുന്നതിനിടയിൽ റിപ്പോർട്ടറിന്റെ ജേർണലിസ്റ്റ് പറയുന്നത് ഈ പറഞ്ഞ പോലെ അതിന്റെ നാൾ വഴികളൊക്കെ പറഞ്ഞ് ആംബുലൻസിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ അങ്ങനെയല്ല എന്ന് തെളിവ് നിരത്തി KSU സ്ഥാപിച്ചു എന്ന് റിപ്പോർട്ടറിലെ ജേർണലിസ്റ്റ് പറയാം. ഏത് തെളിവ് നിരത്തിയിട്ടാണ് KSU സ്ഥാപിച്ചത്? അത് ആ സംഘർഷത്തിൽ പങ്കെടുത്ത ആളുകൾ പോയതല്ലാന്ന് ഒരു തെളിവും പൊതുസമൂഹത്തിന് മുൻപിൽ വന്നിട്ടില്ല. ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആ ഏകപക്ഷീയമായ ആക്രമണവുമായി ബന്ധപ്പെട്ട് KSU ഇതുവരെ പറഞ്ഞ ഒരു അലിഗേഷനും അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവും പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെക്കുന്നതിന് വേണ്ടി KSU സംസ്ഥാന പ്രസിഡന്റ് സാധിച്ചിട്ടില്ല. പക്ഷെ റിപ്പോർട്ടറിന്റെ ജേർണലിസ്റ്റ് പറയാണ് തെളിവ് സഹിതം KSU തെളിവ് നിരത്തിയിട്ടുണ്ടെന്ന്. ആ നിരത്തിയ റിപ്പോർട്ടർ സ്റ്റുഡിയോയിലായിരിക്കും, അല്ലാതെ നിരത്തിയിട്ടില്ല. ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് പിന്മാറണം. ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തിനെതിരെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഇത് അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടാകൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ SFIയുടെ ചരിത്രം നിങ്ങളുടെയൊക്കെ മുൻപിലുണ്ട്. ഏകപക്ഷീയമായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കൊല്ലപ്പെട്ട ആളുകളാണ് ഞങ്ങൾ.
35 വിദ്യാർത്ഥി പോരാളികളെ കഴിഞ്ഞ 55 വർഷത്തെ സമരസംഘടനാ പ്രവർത്തനത്തിനിടയിൽ SFIക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 35 വിദ്യാർത്ഥി നേതാക്കളെ ഇന്ന് കേരള സമൂഹത്തെ നയിക്കേണ്ടിയിരുന്ന നേതാക്കളായിരുന്നു. കൊന്നത് KSU ആണ്, MSF ആണ്, ABVP ആണ്, ക്യാമ്പസ് ഫ്രണ്ട് ആണ്, PDP ആണ്, ദളിത് പാന്തേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇങ്ങനെ കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകളല്ല ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ തിരിച്ചടിക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താ? MSFകാർ ജോബി ആൻഡ്രൂസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച സ്ഥിതി എന്താ? ഈ പറഞ്ഞ് ധീരജിനെ കൊലപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊലപ്പെടുത്താൻ തീരുമാനിച്ചാലത്തെ സ്ഥിതി എന്താ? അങ്ങനെ തീരുമാനിച്ച ആളുകളല്ല SFI. ഞങ്ങൾ ഈ രക്തസാക്ഷിത്വം മുഴുവൻ ഏറ്റുവാങ്ങിയ ആളുകളാണ്. ആക്രമിക്കപ്പെട്ട ഘട്ടത്തിലും തിരിച്ച് ആ നിലയിൽ ഒരാളും ആക്രമിക്കപ്പെടരുത് എന്ന് നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങളുടെ നിരവധി അമ്മമാർ കരഞ്ഞിന്നും ഈ പൊതുസമൂഹത്തിനകത്ത് ജീവിക്കുന്നുണ്ട്. സഖാവ് VK ബാലന്റെ അമ്മ ഗംഗാമ്മ, സഖാവ് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി അമ്മ ഉൾപ്പെടെ നിരവധി അമ്മമാർ ഇന്നും ഈ പൊതുസമൂഹത്തിനകത്ത് കരഞ്ഞ് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ കണ്ണുനീരും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന രാഷ്ട്രീയ കരുത്തുള്ള നിലപാടുള്ള ആളുകളാണ് ഞങ്ങൾ. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ അതിനർത്ഥം SFIക്കാരൻ ആക്രമിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണ് എന്നുള്ളതല്ല. അത് ഞങ്ങളുടെ ഒരു ബലഹീനതയായും കാണാൻ വേണ്ടി പാടില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ കരുത്താണ്, ഞങ്ങളുടെ ബലഹീനതയല്ല. അത് വെച്ച് SFIക്കാരന്റെ തലയടിച്ച് പൊളിക്കാൻ സുധാകരൻ ആഹ്വാനം ചെയ്തു എന്നതിന്റെ പുറത്ത് SFIക്കാരന്റെ തലയടിച്ച് പൊളിക്കാൻ വേണ്ടി ക്യാമ്പസിലേക്ക് ആയുധവുമായി കടന്നു വന്നാൽ അതിനെ സ്വാഭാവികമായും ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങളുടെ കുട്ടികളോട് ആയുധവുമായി ഇരുമ്പ് വടിയുമായി KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് വരുന്നുണ്ട്, നിങ്ങൾ പോയി തല ഇരുമ്പ് വടി കൃത്യം കൊള്ളുന്ന ഭാഗത്തിന് വെച്ച് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളോട് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പറയുന്നതല്ല SFI. എല്ലാം വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഒരു തർക്കവും വേണ്ട അതിനകത്ത്. ഈ ആക്രമണം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇത് അവസാനിപ്പിക്കണമല്ലോ. ഇത് അവസാനിക്കണമെങ്കിൽ KSU ആയുധം നിലത്ത് വെക്കാൻ വേണ്ടി തയ്യാറാവണം. കേരളത്തിലെ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആയുധം നിലത്ത് വെക്കാൻ വേണ്ടി തയ്യാറാവണം. ഇങ്ങോട്ട് തല്ലിയാലല്ല ഇതിനകത്ത് പ്രതിരോധം ഉണ്ടാവുന്നുള്ളൂ. തല്ലുന്നില്ല, അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇപ്പൊ KPCC പ്രസിഡന്റാണല്ലോ ഇതിന് മുഴുവൻ ആഹ്വാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആള്. KPCC പ്രസിഡന്റ് പറയണം KSUവിന്റെ ജില്ലാ പ്രസിഡന്റുമാരോടും സംസ്ഥാന ഭാരവാഹികളോടും ആയുധം നിലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആയുധം എടുത്തുകൊണ്ടല്ല ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് പറയാൻ വേണ്ടി തയ്യാറാണോ? കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? ഞങ്ങൾ കോൺഗ്രസ് ചുമതല കൊടുത്തിരിക്കുക, ഇത് തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് KPCC പ്രസിഡന്റ് ചുമതല കൊടുത്തിരിക്കുക. ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറായാൽ ഞങ്ങളുടെ സഖാക്കൾ ആക്രമിക്കപ്പെടാത്തിടത്തോളം കാലം അവർ തിരിച്ചാക്രമിക്കപ്പെടില്ല. ഒരു പ്രതിരോധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ സർഗാത്മകമായി സമാധാനപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും KSU ആക്രമണം അവസാനിച്ചാൽ ക്യാമ്പസുകൾക്കകത്ത് ആക്രമണം ഉണ്ടാവില്ല. ആക്രമണം ഉണ്ടായാലേ പ്രതിരോധം ഉണ്ടാവും.